രണ്ട് തൂണിന്റെ ബലത്തിൽ ഒരു രാജ്യം തന്നെ നിലകൊള്ളുന്നത്. ബ്രിട്ടനോടൊപ്പമാണ് സീലാൻഡ് നിലകൊള്ളുന്നത്. ബ്രിട്ടനിലെ സഫോൾക്ക് കടൽ തീരത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ഈ രാജ്യം തകർന്ന കടൽക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആയുധങ്ങൾ സൂക്ഷിക്കാൻ ബ്രിട്ടൻ പണിതതാണ് ഈ കോട്ട. ഈ രാജ്യം ബ്രിട്ടന്റെ അതിർത്തിക്ക് പുറത്തായിരുന്നു. അതിനാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് ഉപേക്ഷിക്കേണ്ടതായി വന്നു. പക്ഷേ അത് നശിപ്പിക്കപ്പെട്ടില്ല. 2002 ജനസംഖ്യ അനുസരിച്ച് ഇവിടുത്തെ ആകെ ജനസംഖ്യ 27 ആണെന്ന് പറയാം. 1967 മുൻ ബ്രിട്ടീഷ് ആർമി മേജറായ റോയ് ബേറ്റ്സ് സീലാൻഡ് വാങ്ങുകയും അതിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സീലാൻഡിലെ രാജകുമാരൻ റോയ് എന്ന് സ്വയം പേര് നൽകുകയും സ്വന്തം പാസ്പോർട്ടുകളും സ്റ്റാമ്പുകളും പുറത്തിറക്കുകയും ചെയ്തു. ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ സീലാൻഡിന്റെ പദവി തർക്കത്തിലാണ്. യുണൈറ്റഡ് കിങ്ഡം സീലാൻഡിനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നേയില്ല. മറ്റേതെങ്കിലും രാജ്യവും അംഗീകരിക്കുന്നില്ല. എന്നിരുന്നാലും സീലാൻഡിന് അതിൻ്റെതായ പതാകയും കറൻസിയും സർക്കാരുമുണ്ട്.